67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഇന്ന് സമാപിക്കുകയാണ്. ഒക്ടോബർ മാസം 22 മുതൽ ഇന്നേ ദിവസം വരെ 41 ഇനങ്ങളിലായി 10,000-ഓളം മത്സരങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു. ആകെ പങ്കാളികളുടെ എണ്ണം 19,310. അതിൽ 9,579 ആൺകുട്ടികളും 9,731 പെൺകുട്ടികളും 2,000 പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളും മേളയിൽ ഭാഗമായി. ഇതൊരു ലോക റെക്കോർഡാണ്. ലോക റെക്കോർഡ് രേഖപ്പെടുത്തുന്ന ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളൊരു കുറവാണുള്ളത്. 12 വേദികളിലായി അത്ലറ്റിക്സിലായി 86 വ്യക്തിഗത ഇനങ്ങളും 12 ടീം ഇനങ്ങളും ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടെ 19 ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. ഇതുകൂടാതെ 103 ഇനങ്ങളിലും വാട്ടർ പോളോയിലും മത്സരങ്ങൾ നടന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പെൺകുട്ടികളുടെ ക്രിക്കറ്റ്, ബോച്ച എന്നീ ഇനങ്ങൾ പുതുതായി ഉൾപ്പെടുത്തി. അത്ലറ്റിക്സ് 15-ഉം അക്വാട്ടിക് 17-ഉം ഉൾപ്പെടെ 32 ഇനങ്ങളിൽ മീറ്റ് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ള അത്യുജ്വലമായ പ്രകടനം കുട്ടികൾ കാഴ്ചവെച്ചു. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും സംസ്ഥാന സ്പോർട്സിൽ ഇത്രയും റെക്കോർഡുകൾ ഭേദിക്കപ്പെട്ടത് ആദ്യമായിട്ടാണ്. ലോകത്ത് ഇതേവരെ നടത്താത്ത രീതിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 75,000 സ്ക്വയർ ഫീറ്റിൽ ജർമ്മൻ ഹാങ്കറിൽ നിർമ്മിച്ച താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയത്തിൽ 11 ഗെയിമുകളിലായി വ്യത്യസ്ത കാറ്റഗറികളിൽ മത്സരം നടന്നു. ജനപ്രതിനിധികൾ ചെയർമാൻമാരായി വിപുലമായ സംഘാടക സമിതിയുടെ കീഴിൽ 17 സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു. കുട്ടികളുടെ ഭക്ഷണം, താമസ സൗകര്യം, ഗതാഗതം, വെൽഫെയർ, മെഡലുകൾ, പുരസ്കാരങ്ങൾ, ട്രോഫികൾ എന്നീ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു. UAE-യിൽ നിന്നുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ സംഘം ഈ വർഷം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. മത്സരങ്ങളുടെ വിജയകരമായ നടത്തിപ്പിനായി 1000-ഓളം ഒഫീഷ്യൽസും സെലക്ടേഴ്സും 500-ഓളം വോളണ്ടിയേഴ്സും പ്രവർത്തിച്ചു. കായികമേളയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ലഹരിക്കെതിരായുള്ള പ്രതിരോധമാണ്. സംസ്ഥാന കായികമേള നടത്തിപ്പിനായി ബന്ധപ്പെട്ട് ഡോപ്പിംഗ് സംബന്ധമായ പരിശോധന നടത്തുന്നതിനും അവബോധം നൽകുന്നതിനും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾക്ക് വിവരം നൽകിയിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംഘാടക സമിതി ഒരുക്കിയിരുന്നു. എന്നാൽ പ്രസ്തുത ഏജൻസികൾ എത്തുകയുണ്ടായിട്ടില്ല. 100 മീറ്റർ, 200 മീറ്റർ ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഒരു കുട്ടിക്കെതിരെ വയസ്സ് സംബന്ധമായ പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളുന്നതാണ്. ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരവേദികളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത്. ശക്തമായ കാലവർഷത്തിനിടയിലും അർത്ഥവത്തായ ഏകോപനത്തിലൂടെ മത്സരങ്ങൾ നടത്തുന്നതിന് സാധിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ട്രിവാൻഡ്രം കൊമ്പൻസ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻസ്, സ്പോർട്സ് കൌൺസിൽ, സ്പോർട്സ് ഡയറക്ടറേറ്റ് തുടങ്ങിയവരുടെ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ നിലയിലുള്ള പിന്തുണയും അതുപോലെ തന്നെ അതിന്റെ പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട്. ആയുഷ്, സ്പോർട്സ്, ആയുർവേദ, അലോപ്പതി, ഹോമിയോ വിഭാഗം, ഫിസിയോതെറാപ്പിസ്റ്റ് വിഭാഗം തുടങ്ങിയ ആരോഗ്യവകുപ്പിന്റെ സംവിധാനങ്ങളെല്ലാം അക്ഷീണം പ്രവർത്തിക്കുകയും മേളയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. വേദികൾ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി തിരുവനന്തപുരം നഗരസഭ, ഹരിത കർമ്മസേന, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി, വോളണ്ടിയർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ അക്ഷരാർത്ഥത്തിൽ ക്ഷീണം മറന്ന് പ്രവർത്തിച്ചത് മേളയ്ക്ക്
ആവേശമാണ്. അടുത്ത വർഷം സംസ്ഥാന കായികമേള കണ്ണൂർ ജില്ലയിൽ വെച്ച് നടത്തുന്ന വിവരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഒരു നടപടിക്രമമുണ്ട്. ഇവിടെ ഉയർത്തിയ പതാക വിദ്യാഭ്യാസ ഡയറക്ടർ താഴ്ത്തുകയും വിദ്യാഭ്യാസ ഡയറക്ടർ ആ പതാക കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്യും. വികാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണത്. $117.5 പവൻ തൂക്കമുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഈ വർഷം ആദ്യമായി ഏർപ്പെടുത്തി. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ആദ്യമായി മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തി. കാരണം നാഷണൽ ഗെയിംസിൽ നിന്ന് എല്ലാം കളരിപ്പയറ്റിനെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കേരളം പ്രഖ്യാപിച്ചത്. ഞാൻ പ്രഖ്യാപിച്ചിരുന്നു സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുമെന്ന്. അത് പാലിക്കുന്നതിന് വേണ്ടി കഴിയും. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 50 പേർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് ചില നോംസ് ഉണ്ടാക്കണം. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മേളയിൽ വന്നപ്പോൾ അവരെല്ലാം ഈ വീടില്ലാത്തവർക്കുള്ള സ്കീമുകളിലൊക്കെ തന്നെ അംഗങ്ങളാണ്. പക്ഷെ അവിടെയെല്ലാം ഒരു സീനിയോറിറ്റിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ. അപ്പോൾ നിരവധി കുട്ടികൾ വന്ന് ഇക്കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഒരു കുട്ടിയുടെ പ്രശ്നം അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം കൊടുത്തിരുന്നു. മറ്റൊരു കുട്ടിക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു. നാളെ രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിടുന്നു ഓൺലൈനായിട്ട്. ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് ഇനിയും ഈ സ്കീമിൽ ചേരാം, പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കൗമാരക കായിക മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്തു. കേരളം രൂപീകരിച്ചതിന് ശേഷം കായിക താരങ്ങൾക്ക് ഉള്ള സ്വർണ്ണക്കപ്പ് ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ്, മികച്ച ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് കൈമാറും. ജീവിതത്തോട് പൊരുതി നേടിയ വിജയം ഇനി എന്നും തിളങ്ങി നിൽക്കും. അങ്ങനെ ജീവിതത്തോടെല്ലാം പൊരുതി വിജയം നേടിയ കായിക താരങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ ഇടങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഒരു വിദ്യാർത്ഥിനി അപ്പൻഡിക്സ് സർജറിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് സർജറി ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. വന്നിട്ട് ഓടി ആ കൊച്ചുമോക്ക് സ്വർണം കിട്ടി. ആഹാരം കഴിക്കാൻ പാടില്ല, ഇത് സർജറിയുടെ നിബന്ധന അനുസരിച്ച്. ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തോട് പൊരുതി നേടിയ വിജയങ്ങളാണ് ഈ വിജയങ്ങളെന്ന് നമ്മൾ കാണേണ്ടതായിട്ട്. ഇന്നലെ വരെ ഇത്തരത്തിൽ നടത്തുന്ന കായികമേള ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ലോകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ആ നിലയിൽ ഈ കായികമേള മാറിയിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 100 മീറ്ററിൽ റെക്കോർഡ് നേടിയ CHS കാൽവരി മൗണ്ട് സ്കൂളിലെ ദേവപ്രിയ ഷൈബുവിനെയും 100 മീറ്ററിലും 200 മീറ്ററിലും റെക്കോർഡ് നേടിയ ചാരമംഗലം ഗവൺമെന്റ് DVHSS സ്കൂളിലെ അതുൽ TMനെയും സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് നേടിയ നേട്ടമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ പിൻബലം ഈ കുട്ടികളെ നാളെ ദേശീയ തലത്തിലേക്കും ഒളിമ്പിക് തലത്തിലേക്കും വരെ ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫൗണ്ടേഷന്റെ കീഴിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ആവശ്യമായ യാത്രാ സൗകര്യങ്ങളും
വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികൾക്കൊരു പ്രൊഫഷണൽ അത്ലറ്റിക് കോച്ചിന്റെ സൗകര്യം ലഭ്യമാക്കുകയും ചെയ്യും. ഇനിയുള്ള നേട്ടങ്ങളിലേക്ക് ഓടിയെടുക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകി ഈ കുട്ടികളെ കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുവാൻ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ സഞ്ജു സാംസണും ഒപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുവിൽ കുട്ടികൾ വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉപകരണങ്ങളുടെ കാര്യത്തിലാണ്. രണ്ട് കുട്ടികൾ ചേർന്ന് പോൾ വാൾട്ടിന് പ്രയോജനപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുടെയും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുടെ പിന്നെ പ്രശ്നമാണ്. അപ്പൊ അത്തരം ഉപകരണങ്ങൾ ഗോൾഡ് സ്വർണം നേടിയവർക്കും മറ്റ് റെക്കോർഡ് ഭരിച്ചവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ഉപകരണങ്ങളില്ലെങ്കിൽ അത് എങ്ങനെ അതിന്റെ ഒരു മെറിറ്റ് അനുസരിച്ച് അവരെ സഹായിക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കും. മറ്റൊന്ന്, നമ്മളിപ്പം 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് 2016 മുതൽ കേരളത്തിലെ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിഫ്റ്റും എയർ കണ്ടീഷനും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളാണ്. വർണ്ണക്കൂടാരം ഒക്കെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഉള്ള പല സ്കൂളിലെയും പ്രശ്നം മൈതാനമില്ലാത്ത പ്രശ്നമാണ്. 2031 മിഷൻ കേരളയിലെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ നിർമ്മാണം നടത്തിയതുപോലെ തന്നെ പരമാവധി ഫണ്ട് ശേഖരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്റ്റേഡിയം നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേഡിയം സ്ഥലമുള്ള സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേഡിയമാണ് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കുട്ടികൾ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 2:30 സമാപന ചടങ്ങുകൾ ആരംഭിക്കും. കാര്യം ഗവർണർ വന്നു കഴിഞ്ഞാൽ 4 മണിക്ക് കൃത്യസമയമുണ്ടല്ലോ, മിനിറ്റ്സ് ബൈ മിനിറ്റ്സ് പ്രോഗ്രാമാണ്. അപ്പൊ അദ്ദേഹം സമ്മാനം കൊടുക്കുന്നത് കുറച്ച് ഗോൾഡ് സ്വർണ്ണക്കപ്പും കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 8-9 സമ്മാനങ്ങൾ മാത്രമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ബാക്കി 2:30 മണി മുതൽ അതിന്റെ സമ്മാനദാന വിതരണം ആരംഭിക്കും. നാലു മണിക്ക് ആരംഭിക്കുന്ന ഇത് നമുക്കൊരു പരമാവധി 1.5 മണിക്കൂർ കൊണ്ട് ഒക്കെ സമാപിക്കുന്നതിന് വേണ്ടി കഴിയും. കായിക ലോകത്തിനാകെ ആവേശം പകരുന്ന നിലയിൽ മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ സ്വർണ്ണക്കപ്പ് അത് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്ത നമ്മുടെ കലാകാരൻ അഖിലേഷ്, എല്ലാവർക്കും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി നന്ദി പറയുകയാണ്. മറ്റൊന്ന്, ഭിന്നശേഷി കുട്ടികളുടെ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പഠനം നടത്തും. എങ്ങനെ അവരെ സഹായിക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കി കണ്ടിട്ടുണ്ടാവും രക്ഷകർത്താക്കളുടെ എത്രമാത്രം പ്രയാസപ്പെട്ടും എന്നാൽ അതിനപ്പുറം സന്തോഷത്തോടു കൂടിയാണ് ഈ മേളയിൽ പങ്കെടുത്തത്. മുൻകാലങ്ങളിൽ ഒളിമ്പിക്സ് മേള ആകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജില്ലയെ ഏൽപ്പിക്കും, അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ നടത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇന്ന് മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇനി അവർക്ക് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ത്യൻ റെയിൽവേയോട് കേരളത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്, കായിക താരങ്ങൾക്ക് നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന പോലുള്ള സ്പെഷ്യൽ റിസർവേഷൻ കൊടുക്കണം. ദേശീയ മത്സരങ്ങൾക്കും ഒക്കെ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾ അവർക്ക് നിർബന്ധമായും റിസർവേഷൻ കൊടുക്കണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ അതിനുള്ള നടപടികളില്ല. ഉണ്ടായിരുന്ന റിസർവേഷൻ എടുത്തു കളഞ്ഞു. അതിന്റെ ഫലമായി
സാധാരണക്കാരന്റെ കുട്ടികൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഈ കാര്യം വെച്ചുകൊണ്ട് റെയിൽവേ മന്ത്രിക്ക് ശ്രദ്ധയിൽപ്പെടുന്ന രൂപത്തിൽ കത്തെഴുതുന്നതാണ്. വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് നേരിൽ കണ്ടും ഈ കാര്യം ഞാൻ സംസാരിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന 350 രൂപയാണ് TAD കിട്ടുന്നത്. അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് ഉചിതമായ തീരുമാനം എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കായിക രംഗത്ത് മികവ് തെളിയിച്ച ദേശീയ അന്തർദേശീയ താരങ്ങളായിട്ടുള്ള 400 താഴെയുള്ള കായിക താരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരെ നമുക്ക് കായിക രംഗത്തേക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അവരെ പ്രത്യേക യോഗം ചേർന്ന് അവരെ വിവിധ ജില്ലകളിലും വിവിധ സ്കൂളുകളിലെത്തിക്കും നമുക്ക് നിയോഗിക്കുന്ന കാര്യം വളരെ ഗൗരവത്തോടുകൂടി അവരുടെയെങ്കിലും അഭിപ്രായം കേട്ടുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഈ സീസണിൽ നടന്നിട്ടുള്ള 2 മത്സരങ്ങളിൽ ഫുട്ബോളിൽ നമ്മൾ നല്ല മികച്ച വിജയം നേടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സുബ്രതോ കപ്പ് അതിൽ നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഫറൂഖാണ് വിജയം നേടിയത്. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരിലെ ശ്രീനഗറിൽ വെച്ച് നടന്ന ഫുട്ബോളിന്റെ സീനിയർ മത്സരം അതിൽ നമ്മളാണ് വിജയിച്ചത്. അവർക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് കൊണ്ടുവന്നത്. പിന്നെ ഈ സ്കൂൾ ഒളിമ്പിക്സ് ജനങ്ങളുടെ ഇടയിൽ ഭരണാധികാരികളുടെ ഇടയിൽ കായിക ലോകത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നം നടത്തിയത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ഇതൊരു പ്രത്യേക സ്കീമായി എടുത്തിട്ടുണ്ട്. ഓരോ പ്രിന്റ് മീഡിയ ആയിരുന്നാലും വിഷ്വൽ മീഡിയ ആയിരുന്നാലും സോഷ്യൽ മീഡിയ ആയിരുന്നാലും മറ്റ് മാധ്യമങ്ങളായിരുന്നാലും അവരങ്ങേറ്റത്തെ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ഇത്രയധികം പിന്തുണ നൽകിയ ഒരു കാലഘട്ടം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെ ഓരോ മാധ്യമങ്ങളും 30 താഴെ ഉള്ള ലേഖകന്മാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും വെച്ചിട്ടുണ്ട്. പ്രിന്റ് മീഡിയ നമ്മൾ രാവിലെ ഇന്നിപ്പം തുറന്നു നോക്കിയാൽ ഫ്രണ്ട് പേജ് തുടങ്ങി ഏതാണ്ട് മഹാഭൂരിപക്ഷം പേജും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങളും ഇന്റർവ്യൂകളും ഒക്കെ തന്നെ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഒരു നെഗറ്റീവ് പോലും വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് കണ്ടുപിടിച്ച നെഗറ്റീവ് ഉണ്ടാക്കാം. അവർ ഒരു നെഗറ്റീവ് പോലും ഉണ്ടാക്കാതെ ഈ പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് നടത്തിപ്പിൽ നമ്മൾ കാണിക്കുന്ന അശ്രാന്ത പരിശ്രമം. വിദ്യാഭ്യാസ ഡയറക്ടർ മുതൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിലെ 100 കണക്കിന് ജീവനക്കാർ എത്രയോ ദിവസമായി വീട്ടിൽ പോയിട്ട്, സ്ത്രീകളും പുരുഷന്മാരും. വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു നേടലുപോലെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സെക്രട്ടറിമാരായിട്ടുള്ള IAS ഓഫീസർമാരുണ്ട്. ഞങ്ങളുടെ സ്പോർട്സ് ഓർഗനൈസറായിട്ടുള്ള നമ്മുടെ ഹരീഷ് ശങ്കർ ഉണ്ട്. അസിസ്റ്റന്റ് ADG ഉണ്ട്. അവരെല്ലാം രാത്രിയെല്ലാം നിന്ന് വെള്ളം മാറ്റുന്നതിന് വേണ്ടി പോലും, മഴ പെയ്ത വെള്ളം മാറ്റുന്നതിന് വേണ്ടി പോലും ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ GR അനിലാണ് ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹവും പിന്നെ പരമാവധി കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിട്ടുള്ള സഹായം എടുത്തു പറയേണ്ട സഹായമാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിട്ടുള്ളത്. MLA മാർ, തിരുവനന്തപുരം ജില്ലയിലെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ തന്നെ എടുത്തിട്ടുള്ള സമീപനവും ഏറ്റവും പ്രശംസ പിടിച്ചു പറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എല്ലാ കമ്മിറ്റികളും ഏറ്റവും നന്നായി തന്നെ സഹകരണം തന്ന് നമുക്കിനി അടുത്ത വർഷം കണ്ണൂർ വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ കാണാമെന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് അവിടെ വെച്ച് കാണാം എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ അവിടെയും അതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഏറ്റവും എനിക്ക് പറയേണ്ടത് ഇത്രയും കുട്ടികൾക്ക് ഏറ്റവും രുചിയുള്ള ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ
ഒരു നിയന്ത്രണവുമില്ലാതെ അവർക്ക് ആവശ്യാനുസരണം കൊടുത്തു എന്നുള്ളതാണ്. അക്കോമഡേഷൻ അങ്ങനെ തന്നെയായിരുന്നു. ഈ മഴ ഉണ്ടായിട്ട് പോലും ഈ ആദ്യമായി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം 8 കളികൾ ഒരേ സമയം നടക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മഴയുടെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെ കുറച്ച് വിഷമിപ്പിച്ചു മഴ സെൻട്രൽ സ്റ്റേഡിയത്തിൽ. അതെല്ലാം വളരെ ഫാസ്റ്റായി ഏറ്റവും വേഗതയിൽ അതെല്ലാം വെള്ളം കെട്ടിയതെല്ലാം മാറ്റി അവിടെയെല്ലാം മണ്ണിട്ട് സാധാരണ അതെല്ലാം ഒരു ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറ്റം പറയുമെങ്കിലും പലപ്പോഴും കുറ്റം പറയാറുണ്ട്. പക്ഷേ അവരുടെ ഒരു വിചാരിച്ചാൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള തെളിവാണ് ഈ പ്രതികൂല കാലാവസ്ഥയെ പോലും ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് ഈ കായികമേള നടത്തുന്നതിന് വേണ്ടി സഹായിച്ചത്. നിങ്ങളെല്ലാവരെയും ഇന്ന് വൈകുന്നേരത്തെ 2:30 മണി മുതൽ ഉള്ള പരിപാടികൾ ക്ഷണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ട്, പ്രത്യേകം പേരും പറയുന്നതായിരിക്കും. ഒരു കുട്ടിയെ അനധികൃതമായി എടുത്തിരുത്തി പരാതിയുണ്ട്. ഹൈജമ്പുമായി ജില്ലാ മേളയിൽ അവസാന സ്ഥാനത്തെത്തി കുട്ടി സംസ്ഥാന മേളയിൽ അത് തിരുത്തി പങ്കെടുത്ത് വെങ്കലം നേടിയെന്നാണ് പരാതി. മലപ്പുറം ഐഡിയ സ്കൂളിലെ പെൺകുട്ടിക്ക് നേരെയാണ് പരാതി. പത്രങ്ങളിൽ വന്നിരുന്നു. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ് നമ്മളത് പരിശോധിച്ചിട്ടുള്ള വസ്തുത ഉണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഞാൻ ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല. സ്കൂൾ പ്രിൻസിപ്പൽമാരും HM-മാരും കുറച്ചുകൂടെ ഗൗരവത്തോടു കൂടി ഈ കായിക താരങ്ങളെ കാണും. കായിക താരങ്ങൾക്ക് കുറച്ചുകൂടെ വാത്സല്യവും കുറച്ചുകൂടെ പരിഗണനയും അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അപൂർവം ചിലരെങ്കിലും ഇൻഡിഫറന്റ് ആയിട്ടുള്ള പെരുമാറ്റം നടത്തുന്നുണ്ട്. അത് ഒന്ന് അത്തരം പരാതികൾ കിട്ടി അതെല്ലാം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രശ്നത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും മനസാക്ഷി അനുസരിച്ചും നിയമമനുസരിച്ചും ഭരണഘടന അനുസരിച്ച് അവർ ഓരോരുത്തർ പ്രവർത്തിക്കേണ്ട 14,000 സ്കൂളിൽ നടക്കുകയാണ്. പിന്നെ അതുപോലെ മറ്റു ജില്ലകളിൽ നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും DG-യുടെയും മിനിസ്റ്ററിനെയും കണ്ടുപോകില്ല. നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട അപ്പം തന്നെ അതിന് നടപടിയാണ്. ഇന്ന് മഴ ഉണ്ടാവില്ല എന്നാണ് പൊതുവിൽ ഉള്ള അല്ല, അതിന്റെ ഞാൻ മറുപടി അതിനെ സംബന്ധിച്ചോട് ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിന്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല.